അത് സത്യം പറഞ്ഞാൽ കയ്യിലേക്ക് സ്പെഷ്യലായിട്ട് വരുന്നതല്ല. നമ്മൾ കാല് വെക്കുമ്പോൾ നമ്മൾ ഓരോ ചവിട്ടും കൈ അറിയണം എന്ന് പറയും. എന്തെടുക്കുമ്പോഴും കൈ അറിയണം എന്ന് പറയും. അതാണിത്. അപ്പോൾ 1 2, അതായത് 1 2 ആ ഇത്രയും കൊണ്ടുവന്ന ആ ഒരു മൂവ്മെൻറ്റ്സ്, കാലിൽ നിന്ന് വരുന്നൊരു മൂവ്മെൻറ്റ്സ് കയ്യിലേക്കും കൂടി എത്തുന്നതാണ്. എന്നിട്ട് ഇപ്പോൾ ഇവിടുന്ന് കൊട്ടി ഇത് വന്നു. എന്നിട്ട് ഇതിനെ ഫ്രണ്ടിലേക്ക് വെക്കുമ്പോൾ, അതായത് ഈ സൈഡിൽ നമ്മുടെ ഫ്രണ്ടിലാണ്. ഇപ്പോൾ ഞാൻ എല്ലാവരും നമ്മൾ ക്യൂ ആയിട്ടായിരിക്കും അല്ലേ ഇത് കൊട്ടുമ്പോൾ. ഒരു ഇങ്ങനെ ലൈനിലാണ് വട്ടത്തിൽ. എന്നിട്ട് ഫ്രണ്ടിലേക്ക് വരുമ്പം ഈ കൈ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ കണ്ടോ ഇവിടേക്ക് എത്തി കൈ. എന്നിട്ട് അതിനെ ഇങ്ങനെ അങ്ങ് ഫ്രണ്ടിലേക്ക് വെക്കും. അത് തന്നെ സ്ലോലി 1 2. ഈ കാല് കുത്താൻ കൊണ്ടുവരുന്ന സമയത്താണ് ഈ ചോദിച്ച താളം വരുന്നത്. 4. പിന്നെ നമ്മുടെ സ്റ്റെപ്പ് 1 2 3 4 5 6 1 2 3. അതാണ്. അപ്പോൾ ഇതായിരുന്നില്ലേ ഡൗട്ട് ഉണ്ടായിരുന്നത്? അതൊന്നും ഒന്ന് കളിച്ച് നോക്കി നോക്ക് കിട്ടണുണ്ടോന്ന്. വരൂ പാഹിയുടെ 1 2 3 4 5 6 1 2 3. ഈ കുറച്ചുകൂടെ ഇവിടുന്ന് കൊണ്ടുവന്നിട്ട് ഇവിടേക്ക് തന്നെ എത്തണം. സെൻറ്ററിൽ നിന്ന് കൊണ്ടുവന്നിട്ട് സെൻട്രലിലേക്ക് തന്നെ എത്തിക്കും. അപ്പോൾ ആ മൂവ്മെൻറ്റ്സ് പുറകിലുള്ളവർക്ക് കൂടി കാണാൻ പറ്റും. ആ നീക്കം ഇവിടുന്ന് എടുക്കും, സെൻറ്ററിൽ നിന്ന് എടുക്കും. അല്ല, സെൻറ്ററിൽ നിന്ന് എടുത്തിട്ട് സൈഡിലേക്ക് പോയിട്ട് സെൻറ്ററിൽ തന്നെ അവസാനിപ്പിക്കും. അല്ല, കാല് പോണതിൻ്റെ ഒപ്പം. ആ സൈഡിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ കൈ നല്ലോണം സെൻറ്ററിലേക്ക് പിടിക്കുക. അതിന് കാല് പോണതിൻ്റെ ഒപ്പം കൊണ്ടുപോയിട്ട് ചവിട്ടുമ്പോൾ വീണ്ടും തുടങ്ങിയ സ്ഥലത്തേക്ക് എത്തിക്കണം. അത് തന്നെ, തുടങ്ങിയ സ്ഥലത്തേക്ക് എത്തിക്കണം. അപ്പോൾ ഇവിടെ നിന്നല്ല തുടങ്ങണ്ടേ, ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇത്രയും പോയി. അപ്പോൾ ആദ്യത്തെ ചവിട്ട് നമ്മൾ വട്ടത്തുനിന്ന് ഇത്തിരി ഉള്ളിലേക്ക് വയ്ക്കും, ഒരു അര അടി. ആ ചവിട്ടും അപ്പോൾ ഒരേ താളം കിട്ടണം. ഇത് സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ, അതായത് ഡിസ്റ്റൻസ് കൂടിയ താളം മാറും. ഉണ്ട് അവിടെ താളം മാറുന്നുണ്ട്. ഇതിലേക്കൊരു താളവും മറ്റേ രണ്ടിനും വേറെ താളം വരും. അപ്പോൾ ഇത് ഈക്വൽ ആയാൽ മതി. 1 2 3 ഒരേ ഡിസ്റ്റൻസിൽ വെച്ചാൽ ഒരേ താളമായിരിക്കും. ഇത് മിക്കവർക്കും തെറ്റുന്നതാണിത്. ഇങ്ങനെയാണ് വരിക താളം. അത് തെറ്റാ ശരിക്കും. അപ്പോൾ ഒരേ താളത്തിൽ കാല് വെച്ചാൽ അപ്പോൾ ശരിയായിട്ടുണ്ടാവും. ഈ സ്റ്റെപ്പ് പഠിച്ചോളൂ. കാരണം അത്രയധികം തവണ പല തരത്തിലും വരും. കുറത്തിയിൽ വരുന്നുണ്ട്, പദത്തിലോ എവിടേക്കോ കുറേ സ്ഥലത്ത് വരും ഇത്. അതായത് തിരുവാതിരക്കളിയുടെ ബേസായിട്ടുള്ള സ്റ്റെപ്സിൽ കുറേ ഉണ്ടുണ്ട്. അതിലത്തെയാണ് ഈ പാഹിയുടെ ഒന്നാമത്തെ സ്റ്റെപ്പ്. അതായത് ഗംഗാധരൻ്റെ സ്റ്റെപ്പൊക്കെ ഒന്നാമത്തെ ചുവടുകൾ നമ്മൾ തിരുവാതിരക്കളി പഠിച്ചു തുടങ്ങാനുള്ള സ്റ്റെപ്പുകളാണ്. ഇതും അതെ. ഇതൊക്കെ നിർബന്ധമായിട്ടും തെറ്റാതെ പഠിച്ചോളൂ.